പോലീസിനോട് ഇന്നലെ രാത്രിയിൽ മണിയമ്പള രാജു ആണ് ഈ ഇടിച്ചത് എന്ന് നമ്മൾ ഈ വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടി പോലീസ് വിളിക്കുന്ന സമയത്ത് മണിയമ്പള രാജു വീട്ടിലില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആഷിൻ? വാഹനത്തിന്റെ കാര്യം പറഞ്ഞു. വാഹനം കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടുവോ? ചേട്ടന്റെ വണ്ടി ഇടിക്കുവായിരുന്നല്ലേ? അതെ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മണിയമ്പിള്ള രാജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അല്ലേ? ഞാൻ അടുത്ത വണ്ടി പോകാം. ഇപ്പോൾ മണിയമ്പള രാജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധനയിൽ എനിക്ക് തോന്നുന്നു മദ്യലഹരിയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. പ്രതീക്ഷ, ഇപ്പോൾ മണിയമ്പള രാജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതാണോ? അരുൺകുമാർ, മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇപ്പോൾ പോലീസ് വിട്ടയച്ചിരിക്കുന്നത്. വൈദ്യപരിശോധനയിൽ ഗുരുതരമായ കാര്യങ്ങളൊന്നും തന്നെ, അതായത് മദ്യപിച്ചിരുന്നു എന്നൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നോട്ടീസ് നൽകി സ്റ്റേഷൻ ജാമ്യത്തിൽ മണിയൻപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുന്നത്. ഈ അപകടമുണ്ടാക്കിയ വാഹനം പിടിച്ചെടുത്ത ശേഷം, പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഇപ്പോൾ മണിയൻപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ വാഹനം പോലീസ് കണ്ടെടുത്ത ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പോലീസ് നേരെ ജവഹർ നഗർ മണിയൻപിള്ള രാജുവിന്റെ വീടിന് സമീപത്തുള്ള ടെന്നീസ് ക്ലബിന്റെ ഭാഗത്തേക്കാണ് മണിയൻപിള്ള രാജുവുമായി പോയത്. അവിടെ വാഹനം പാർക്ക് ചെയ്തിരുന്നുവെന്ന് പോലീസിന് മണിയൻപിള്ള രാജു മൊഴി നൽകി. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തുകയും ടെന്നീസ് ക്ലബിന് പുറകിൽ പാർക്ക് ചെയ്തിരുന്ന വോൾവോ വാഹനം അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മ്യൂസിയം സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വലിയ അപകടമാണ് ഉണ്ടായത്. 9:30 ഇന്നലെ അപകടം നടന്നു. പക്ഷേ അപകടം നടന്ന പ്രാഥമിക ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട ഒരു നടപടികളും മണിയൻപിള്ള രാജുവോ പോലീസോ സ്വീകരിച്ചിട്ടില്ല. വലിയ വീഴ്ചകൾ തുടക്കത്തിൽ തന്നെ സംഭവിച്ചിരുന്നു. ഒരു അപകടമുണ്ടായാൽ പ്രാഥമികമായി ചെയ്യേണ്ടത് അതിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക, ഒപ്പം പോലീസിന് വിവരമറിയിക്കുക എന്നതാണ്. പക്ഷേ മണിയൻപിള്ള രാജു ചെയ്തത് അപകടത്തിൽ പരിക്കേറ്റവരെ അവിടെ അപകടമുണ്ടാക്കുകയും അവിടെ നിന്ന് വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. ആ വാഹനം ട്രിവാൻഡ്രം ക്ലബിന്റെ ഭാഗത്ത് അപകടമുണ്ടാകുന്നു. 9:30 അവിടെ നിന്ന് വാഹനം ഓടിച്ച നിർത്താതെ ഈ ടെന്നീസ് ക്ലബിന് സമീപത്തേക്ക് പോയി. ടെന്നീസ് ക്ലബിന് പുറകിൽ ഈ വാഹനം നിർത്തിയിട്ട ശേഷം, അവിടെ ഒതുക്കിയിട്ട ശേഷം പിന്നീട് വീട്ടിലേക്ക് പോയി. മണിയൻപിള്ള രാജുവിന്റെ വാദം കേട്ടാൽ അവിടെ വെച്ച് താൻ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചു. ഒരു അപകടം പറ്റി, യുവാക്കൾക്ക് തന്റെ വാഹനം ഇടിച്ച് യുവാക്കൾക്ക് പരിക്ക് പറ്റി, ഒരു ആംബുലൻസ് ഏർപ്പെടുത്തണമെന്ന് താൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. ഒപ്പം പോലീസിന് വിവരം അറിയിച്ചു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നാളെ താൻ സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് അത് സമ്മതിച്ചു. ഇതാണ് മണിയൻപിള്ള രാജുവിന്റെ വാദം. പക്ഷേ അപ്പോഴും പ്രധാനമായും ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് പോലീസ് ആ ഘട്ടത്തിൽ നടപടിയെടുത്തില്ല? അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? 9:30 അപകടമുണ്ടായത്. ആ സമയത്ത് തന്നെ പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ വാഹനം കണ്ടെത്താമായിരുന്നു. ടെന്നീസ് ക്ലബ്ബ് എന്ന് പറയുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ പോലും ദൂരമില്ലാത്തൊരു സ്ഥലമാണ്. പോലീസ് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ വാഹനം കണ്ടെത്താൻ കഴിയുമായിരുന്നു. മണിയൻപിള്ള രാജുവിന്റെ വീടിന് തൊട്ട് സമീപത്താണ് ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം കണ്ടെത്താൻ കഴിയാതിരുന്നതല്ല, മനഃപൂർവ്വം വാഹനം കണ്ടെത്താതിരുന്നതാണ് എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ആ വാഹനം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വാഹനം ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി നോട്ടീസ് നൽകി മണിയൻപിള്ള രാജുവിനെ വിട്ടയച്ചിരിക്കുകയാണ്. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കി എന്നുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒപ്പം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ള വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകൾ മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പോലീസ് നടപടി, ഇനി തുടർ നടപടി എന്തായിരിക്കും? അതിൽ ഈ അപകടം പറ്റിയ 2
യുവാക്കളുടെ മൊഴി ഏറെ നിർണായകമാണ്. ഇതിൽ ഈ രണ്ട് മൊഴികളാണ്. ഈ രണ്ട് പേരുടെ മൊഴികളിലും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം മണിയൻപിള്ള രാജു മൊഴി നൽകിയത് താൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്റെ വാഹനത്തിന് ബമ്പറിൽ ഈ യുവാക്കൾ വന്ന് ഇടിക്കുകയായിരുന്നു എന്നതാണ്. പക്ഷേ ആ യുവാക്കൾ നൽകിയ മൊഴി തങ്ങളുടെ ബൈക്കിൽ മണിയൻപിള്ള രാജു വന്ന് ഇടിച്ചു കയറുകയായിരുന്നു, തങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നതാണ് യുവാക്കൾ നൽകിയ മൊഴി. അപ്പോൾ ഇതിൽ ആരുടെ മൊഴിയാണ് ശരി എന്ന കാര്യം പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഏറെ നിർണായകം ഈ CCTV ദൃശ്യങ്ങളാണ്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആ അപകടം നടന്ന സമീപത്തെ ഒരു കടയിൽ CCTV ഉണ്ട്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് തരാൻ ഈ അവിടത്തെ ഈ കടയിലുള്ള ആളുകൾ തയ്യാറായിട്ടില്ല. പോലീസ് തന്നെ അവരെ അറിയിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകരുത് എന്നതാണ്. അങ്ങനെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ ദുരൂഹതകൾ, വലിയ സംശയങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം ഈ ഇന്നലെ 9:30 തന്നെ വേണമെങ്കിൽ ഈ വാഹനം കണ്ടെത്തി മണിയൻപിള്ള രാജുവാണെന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു. ഇന്ന് സ്വീകരിച്ച അതേ നടപടികൾ ഇന്നലെ മണിയൻപിള്ള രാജുവിനെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി ഇതേപോലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ചെയ്യാതെ 12 മണിക്കൂർ കാത്തിരുന്ന ശേഷം ഈ സ്വകാര്യ വാഹനത്തിൽ പൗരപ്രമുഖർക്കൊപ്പം ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മണിയൻപിള്ള രാജു എത്തുന്നു. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. പ്രതീഷ്, ഇപ്പോൾ മണിയൻപിള്ള രാജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധന അടക്കം വൈകിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ പോലീസിനെതിരെയുണ്ട്. മണിയൻപിള്ള രാജുവിന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. ഇന്നലെ രാത്രിയിൽ നടന്ന അപകടമാണ്. 9:30ക്കാണ് അപകടം നടക്കുന്നത്. 12 മണിക്കൂർ പിന്നിട്ടു മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കാൻ. ആ സമയത്ത് കസ്റ്റഡിയിലെടുത്തില്ല. വാഹനം പോലും ഇപ്പോൾ വാർത്ത പുറത്തുവന്ന് റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് വാഹനം തേടിപ്പോലും പോലീസ് പോയത്. ഇപ്പോൾ ടെന്നീസ് ക്ലബിന് പുറകുവശത്തു നിന്ന് വാഹനം കണ്ടെടുത്ത് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്.